നാരായണ ഗുരു അരുളി ചെയ്ത അനുവദിച്ച ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഈ വർഷത്തെ മുഖ്യ സമ്മേളനത്തിലെ ഉദ്ഘാടകൻ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു. ഇന്നലെ ആ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ശിവഗിരി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ. തൊട്ടടുത്ത് ആ വേദിയിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊരു മഹാസമ്മേളനം, ഏറ്റവും പ്രധാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് അധ്യക്ഷ പ്രസംഗത്തിൽ സ്വാമി സച്ചിദാനന്ദ ശിവഗിരി ധർമ്മസംഘം പ്രസിഡന്റ് പറഞ്ഞ വാചകങ്ങൾ അതവിടെ ഒരു ചർച്ചയായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനെ സപ്പോർട്ട് ചെയ്തു, പിന്തുണച്ചു. മറ്റുള്ളവരും അതിനെ പിന്തുണച്ചു. ആ വേദിയിൽ വെള്ളാപ്പള്ളി നടേശനും ഉണ്ടായിരുന്നു എന്ന് ഓർക്കുക. എന്താണ് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞത്? മാറ്റം അനിവാര്യമാണ്. അപ്പോൾ ക്ഷേത്രങ്ങളിൽ ഉടുപ്പഴിച്ച് കയറ്റുന്ന പരിപാടി നിർത്തണം എന്നാണ് വളരെ ലളിതമായ വാക്കുകളിൽ സ്വാമി സച്ചിദാനന്ദ ആ സമ്മേളനത്തിൽ പറഞ്ഞത്. അതിൻ്റെ ചുരുക്ക രൂപം ഇത്രയുമാണ്. ക്ഷേത്രങ്ങളിൽ ഉടുപ്പഴിച്ച് കയറണമെന്ന അനാചാരം മാറ്റണമെന്ന് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ. ആണുങ്ങളാണ് ഉടുപ്പഴിച്ച് കേരളത്തിലെ പല ക്ഷേത്രങ്ങളിൽ അങ്ങോളം ഇങ്ങോളം കയറേണ്ടി വരുന്നത്. സ്ത്രീകളുടെ കാര്യം വേറെ, അതിൽ ഉടുപ്പിന്റെ പ്രശ്നം വരുന്നില്ല. ശ്രീനാരായണീയരുടെ ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടെ, നോട്ട് ദ പോയിന്റ്, അതായത് നാരായണ ഗുരു സ്ഥാപിച്ച ഒട്ടേറെ ക്ഷേത്രങ്ങളുണ്ട്. അതും പിന്നെ അത് കഴിഞ്ഞ് ശ്രീനാരായണ ഭക്തര് സ്ഥാപിച്ച ഒട്ടേറെ ക്ഷേത്രങ്ങളുണ്ട്. അവിടെ പ്രതിഷ്ഠ നാരായണ ഗുരുവാണ്. അപ്പോൾ അത് ഉദ്ദേശിച്ചുകൂടിയായിരിക്കും പറഞ്ഞിരിക്കുന്നത്. ശ്രീനാരായണീയർ ഉൾപ്പെടെ, ശ്രീനാരായണീയരുടെ ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടെ ഇത് നിലനിൽക്കുന്നുണ്ട്. ക്ഷേത്ര സംസ്കാരത്തെ തിരുത്തിയ ആചാര്യനാണ് ശ്രീനാരായണ ഗുരു. ഈ അന്ധവിശ്വാസം തിരുത്തിയേ മതിയാകൂ എന്നതാണ് ശിവഗിരി മഠത്തിന്റെ മാർഗനിർദ്ദേശം എന്നും ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് മഹാസമ്മേളനത്തിൽ, പ്രധാന സമ്മേളനമാണ്, മഹാസമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ച് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. അധ്യക്ഷ പ്രസംഗം ആദ്യമേ വരുമല്ലോ. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ അതിനെ പിന്തുണച്ചുകൊണ്ടാണ് പിന്നീട് ഉദ്ഘാടന പ്രസംഗം നടത്തിയത് എന്നുള്ളത് പിന്നാലെ പറയാം. അപ്പോൾ ഇത് ഗുരു നാരായണ ഗുരു അന്ധവിശ്വാസത്തെ എതിർത്ത ഒരാളിൻ്റെ, ഒരു സന്യാസിയുടെ പേരിൽ അതേ അന്ധവിശ്വാസം ഇപ്പോഴും തുടരുന്നു. അത് കൂടുതൽ ശക്തമാക്കുന്നതിനെ പറ്റിയാണ് ശിവഗിരി മഠത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന സന്യാസി വര്യൻ ഈ വാക്കുകളിലൂടെ പറഞ്ഞത്. അപ്പോൾ ഗുരുദേവൻ സമൂഹത്തിൽ നീക്കം ചെയ്ത പല അന്ധവിശ്വാസങ്ങളും തിരിച്ചു വരികയാണ്. അത് സ്വാമി സച്ചിദാനന്ദന്റെ വാക്കുകളാണ്, എൻ്റെ അല്ല. മനുഷ്യന്റെ പേരിൽ യാഗം ഉൾപ്പെടെ അനാചാരങ്ങളിലേക്ക് രാജ്യം വഴിമാറുന്നു. ജ്യോത്സ്യം, പ്രശ്നം വയ്ക്കൽ തുടങ്ങിയ അന്ധവിശ്വാസങ്ങളിൽ ശ്രീനാരായണ സമൂഹവും ചെന്നുപെടുന്നു. ഒരിക്കലും ശ്രീനാരായണ സമൂഹം അതിൽ ചെന്നുപെടാൻ പാടില്ല എന്നാണ് സ്വാമി സച്ചിദാനന്ദ ഭംഗ്യന്തരേണ സൂചിപ്പിക്കുന്നത്. ഇവയെല്ലാം ഗുരു തള്ളിക്കളഞ്ഞവയാണെന്നും സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയനും ദേവസ്വം മന്ത്രി VN വാസവനും സ്വാമി സച്ചിദാനന്ദയുടെ നിർദ്ദേശങ്ങളെ പിന്തുണച്ചു. ആ വേദിയിൽ പിന്തുണച്ചു. വളരെ പ്രധാനപ്പെട്ട സാമൂഹ്യ ഇടപെടലിന്റെ ഭാഗമായുള്ള സന്ദേശമാണ് സച്ചിദാനന്ദ സ്വാമി നൽകിയതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ പല ആരാധനാലയങ്ങളും ഈ നിർദ്ദേശം ഏറ്റെടുക്കുമെന്ന് ഉറപ്പാണ്. പല ആചാരങ്ങളെയും മാറ്റുന്നതിന് ശിവഗിരി മഠം ഫലപ്രദമായി നേതൃത്വം നൽകാറുണ്ട്. ശ്രീനാരായണ ബന്ധമുള്ള ആരാധനാലയങ്ങൾ മാത്രമല്ല, മറ്റ് ആരാധനാലയങ്ങൾ കൂടി ഈ മാതൃക പിന്തുടരുമെന്നാണ് പ്രതീക്ഷയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇനി പിണറായി വിജയന്റെ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്ത പ്രസംഗത്തിന്റെ പ്രസക്തമായ ഭാഗം എന്താണ്? അതുകൂടി കേൾക്കുമ്പോൾ ഈ ചിത്രം പൂർണ്ണമാകും. ശ്രീനാരായണ ഗുരുവിനെ സനാതന ധർമ്മത്തിന്റെ വ്യക്താവും പ്രയോക്താവുമാക്കാൻ സംഘടിത ശ്രമം
നടക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സനാതനധർമ്മം വർണ്ണാശ്രമധർമ്മമാണ്. അതിനെ ഉടച്ചു വാർത്ത് നവയുഗ ധർമ്മത്തെ വിളംബരം ചെയ്ത സന്യാസി വര്യനാണ് ഗുരു. ആര്? നാരായണ ഗുരു. അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മനുഷ്യത്വപരമായ വിശ്വദർശനത്തെ സനാതനത്വത്തിന്റെ ചട്ടക്കൂടിനുള്ളിലാക്കിയാൽ അത് അദ്ദേഹത്തോട് ചെയ്യുന്ന വലിയ നിന്ദയാകുമെന്ന് 92ാമത് ശിവഗിരി തീർത്ഥാടനത്തിന്റെ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യവേ അദ്ദേഹം പറഞ്ഞു. ആരെ? ശ്രീ പിണറായി വിജയൻ പറഞ്ഞു. ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടയ്ക്കിടെ സനാതന ഹിന്ദുത്വം ആ വാക്ക് നോട്ട് ചെയ്യുക, ഹിന്ദുത്വം മുഴങ്ങുന്നുണ്ട്. സനാതന ഹിന്ദുത്വം മുഴങ്ങുന്നുണ്ട്. രാജാധിപത്യത്തിനും വർഗീയാധിപത്യത്തിനും ഒരുപോലെ പ്രിയപ്പെട്ടതാണ് ഈ വാക്ക്. ഈ വാക്ക് സനാതന ഹിന്ദുത്വ വാക്ക്. സനാതന ഹിന്ദുത്വം അതിമഹത്വവും അഭിമാനകരവുമായ ഒന്നാണെന്നും അതിന്റെ പുനഃസ്ഥാപനമാണ് എല്ലാ സാമൂഹിക പ്രശ്നങ്ങൾക്കുമുള്ള ഏക പോംവഴി എന്നുമുള്ള വാദം ശക്തിപ്പെടുകയാണ്. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന വാക്യമാണ് അതിനുവേണ്ടി വാദിക്കുന്നവർ മുന്നോട്ട് വയ്ക്കുന്നത്. പശുവിനും ബ്രാഹ്മണനും സുഖമുണ്ടായാൽ ലോകത്തിനാകെ സുഖമുണ്ടാകും എന്നതാണ് ഈ വാക്യത്തിന്റെ പൂർണ്ണ അർത്ഥം. പശു ബെൽറ്റ് ഓർക്കുക, ബ്രാഹ്മണൻ ഓർക്കുക. ബ്രാഹ്മണ മേധാവിത്വം, പശു ബെൽറ്റ്. ഇപ്പൊ ബ്രാഹ്മണനും പശുവിനും സുഖമുണ്ടായാൽ ലോകത്തിനാകെ സുഖമായി. മറ്റുള്ള കാര്യമൊന്നും വിഷയമൊന്നുമല്ല. ഇതാണ് ഇതിന്റെ അർത്ഥം. അപ്പോൾ ഇന്നത്തെ പശു കേന്ദ്രീകൃത കൗബെൽറ്റ്, നോർത്ത് ഇന്ത്യ BJPയുടെ തട്ടകമതാണ്. പശു കേന്ദ്രീകൃത, ബ്രാഹ്മണ കേന്ദ്രീകൃത, യോഗി ആദിത്യനാഥുമാരുടെ ബ്രാഹ്മണ കേന്ദ്രീകൃത രാഷ്ട്രീയവുമായി ഒത്തുപോകുന്നതാണിത്. ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ ദളിതരും പിന്നോക്കക്കാരും ന്യൂനപക്ഷങ്ങളും ഇന്നും പീഡിപ്പിക്കപ്പെടുന്നു. വാർത്തകൾ കൂട്ടിച്ചേർത്ത് നോക്കിയാൽ മതി, വരുന്ന വാർത്തകൾ ഓരോ മീഡിയയിൽ. വർണ്ണാശ്രമധർമ്മം കുലത്തൊഴിലിനെയാണ് ഉയർത്തിപ്പിടിച്ചത്. ഗുരു കുലത്തൊഴിലിനെ ധിക്കരിക്കാൻ ആഹ്വാനം ചെയ്തു. ചാതുർവർണ്ണ വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്നതും ധിക്കരിക്കുന്നതുമായിരുന്നു ഗുരുവിന്റെ സന്യാസ ജീവിതം. അതായിരുന്നു ഗുരുവിന്റെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നുദ്ഘോഷിച്ച ഗുരു എങ്ങനെ ഒരു മതത്തിന്റെ പരിമിതിക്കുള്ളിൽ രൂപപ്പെട്ടുവെന്ന് വന്ന സനാതന ധർമ്മത്തിന്റെ വ്യക്താവാകും. അപ്പൊ നാരായണ ഗുരുവിന് എങ്ങനെ സനാതന ധർമ്മത്തിന്റെ വ്യക്തമാകാൻ പറ്റും? സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ കാര്യം മനസ്സിലായില്ല. മനുഷ്യസ്നേഹമാണ് ഗുരുവിന്റെ സന്ദേശം. അതിൽ ജാതി മത വേർതിരിവുകളില്ല. ശ്രീനാരായണ ഗുരു നിലകൊണ്ടതിൻ്റെയൊക്കെ എതിരായ പക്ഷത്തേക്ക് അദ്ദേഹത്തെ തട്ടിയെടുത്തു കൊണ്ടുപോയതായി പുനഃപ്രതിഷ്ഠിക്കാനുള്ള ശ്രമങ്ങളെ ചെറുക്കണം. ആരാണ് ശ്രമിക്കുന്നതിൽ ഒരു പ്രധാന വ്യക്താവ് ആ വേദിയിൽ ഇരിപ്പുണ്ട്. ഞങ്ങൾ അതിലേക്ക് വന്നിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. മതസന്യാസിയായി കുറച്ചു കാണിക്കാനുള്ള ശ്രമങ്ങളെയും തിരിച്ചറിയണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇനി കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഇനി മുതൽ ഷാർട്ടൂരി ക്ഷേത്രത്തിൽ കയറേണ്ട എന്ന് ശിവഗിരി മഠത്തിന്റെ അധിപനും സന്യാസി ശ്രേഷ്ഠനും മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞു. എത്ര പേര് അനുസരിക്കുമെന്ന്, എത്ര പേര് അനുസരിക്കല്ല, അതിനെ മാനിക്കുമെന്ന് നമുക്ക് നോക്കാം. സനാതന ഹിന്ദുത്വമല്ല ഹിന്ദുമതം. നാരായണ ഗുരു ഹിന്ദു സന്യാസിയായിരുന്നു, സംശയമില്ല. ശങ്കരന്റെ മതം തന്നെയാണ് എന്റെയും മതം എന്ന് പറഞ്ഞാൽ അദ്വൈതം. ശങ്കരന്റെ അദ്വൈതത്തെ ഞാനും അതിനെ സ്വീകരിച്ചു എന്ന് നാരായണ ഗുരു അങ്ങനെ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ ആ അദ്വൈതത്തിന്റെ പ്രായോഗിക വശത്തിൽ ശങ്കരനും നാരായണ ഗുരുവും രണ്ട് എതിർ ധ്രുവങ്ങളിലാണ്. അത് പിന്നീട് പറയേണ്ട ഒരു വിഷയമാണ്. ഈ വീഡിയോയിൽ നമുക്കതെല്ലാം പറയാൻ പറ്റില്ല. അപ്പൊ ശങ്കരനെ അനുകൂലിച്ചല്ലോ നാരായണ ഗുരു. അദ്വൈതമാണ് എന്റെയും മതം. അപ്പൊ ഹിന്ദു സന്യാസിയാണ്, സംശയമില്ല. പക്ഷെ ഹിന്ദു സന്യാസി ഒരിക്കലും ഹിന്ദുത്വ സന്യാസിയല്ല. ഹിന്ദുത്വ എന്ന് വരുമ്പോൾ ഹിന്ദു എന്ന് പറഞ്ഞാൽ അതൊരു വേ ഓഫ് ലൈഫാണ്, ഒരു വിശ്വാസമാണ്. ഹിന്ദുവിന്റെ വിശ്വാസം. അതിൽ രാഷ്ട്രീയമില്ല, ജാതിമത പരിഗണനയില്ല, അത് ഒരു വിശ്വാസമാണ്. ഹിന്ദുത്വ എന്ന് പറയുമ്പോൾ അതൊരു പൊളിറ്റിക്കൽ അജണ്ടയാണ്. അത് BJPയുടെ സംഘപരിവാറിന്റെ RSSന്റെ ഒരു പൊളിറ്റിക്കൽ അജണ്ടയാണ്.
ആ അജണ്ടയെ നമ്മൾ എപ്പോഴും എതിർത്ത് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു അജണ്ടയാണ്. അതുതന്നെയാണ് ശിവഗിരിയിലെ ഈ വേദിയിൽ മുഴങ്ങിയ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ശിവഗിരി മഠത്തിന്റെ ഇപ്പോഴത്തെ ആ ട്രസ്റ്റിന്റെ തലപ്പത്തിരിക്കുന്ന സ്വാമി സച്ചിദാനന്ദയുടെയും വാക്കുകൾ. അത് പിന്തുടരാൻ, അത് ക്ഷേത്രങ്ങളിൽ ഷർട്ടൂരി കയറേണ്ട ആവശ്യമില്ല, നാരായണ ഗുരുവിനെ മാനിക്കുന്ന ഒരാളത് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് അവിടെ വന്നു കേട്ട ഒരു ശബ്ദം. അത് പാലിക്കാൻ എത്ര ശ്രീനാരായണീയർ തയ്യാറാകും? തൊട്ടപ്പുറത്തിരിപ്പുണ്ട് ശ്രീനാരായണീയരിൽ ഏറ്റവും പ്രമുഖൻ. അത് പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കാൻ സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശൻ, SNDP യോഗം സംസ്ഥാന SNDP യോഗത്തിന്റെ എല്ലാമായ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. പിന്നെ അദ്ദേഹത്തിന്റെ മകൻ, അദ്ദേഹം ഈ പറയുന്ന SNDPയുടെ വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ, അച്ഛൻ, മകൻ തുഷാർ വെള്ളാപ്പള്ളി വൈസ് പ്രസിഡന്റ്, അദ്ദേഹം BJP സഖ്യകക്ഷിയായ BDJSന്റെ സംസ്ഥാന അധ്യക്ഷൻ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ ഘടന. അപ്പോൾ ഇത്തരം അനാചാരങ്ങൾ പിന്തുടരുന്ന ഒരു വിശ്വാസത്തെ മുറുകെ പിടിക്കാൻ BJPയോട് ചേർന്ന് നിൽക്കുന്ന പ്രസ്ഥാനം, രാഷ്ട്രീയ പ്രസ്ഥാനം ആരുടേതാണ്? അത് വെള്ളാപ്പള്ളി നടേശന്റെ കുടുംബത്തിന്റെ പ്രസ്ഥാനമാണ് BDJS, ഭാരതീയ ധർമ്മ ജനസേന എന്ന് പറയുന്ന BDJSന്റെ എല്ലാമായ അച്ഛനും മകനും. അപ്പോൾ ആ വേദിയിലിരുത്തിയാണ്, അദ്ദേഹത്തെ ആ വേദിയിലിരുത്തിയിട്ടാണ് സ്വാമി സച്ചിദാനന്ദയും പിണറായി വിജയനും സംസാരിച്ചത് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പൊളിറ്റിക്കലായിട്ടുള്ള ചോദ്യം. അതാണ്. അതിന് ഉത്തരം പറയാൻ വെള്ളാപ്പള്ളി നടേശന് ബാധ്യതയില്ലേ? വെള്ളാപ്പള്ളി നടേശൻ ഈ പുട്ടിന് തേങ്ങ പീര ഇടുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് പറയും. പിണറായിയെ പുകഴ്ത്തി പറയും, ഇടയ്ക്ക് പെരുന്നയിലെ പോപ്പിനെ, നമ്മുടെ G. സുകുമാരൻ നായരെ പുകഴ്ത്തി പറയും, പിന്നെ പിറ്റേന്ന് വേറൊന്ന് പറയും. ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ആരും ഇത് ശ്രദ്ധിക്കുന്നില്ല. SNDP യോഗത്തിൽ പ്രവർത്തിക്കുന്നവരെ, അല്ലെ ഈഴവ സമുദായത്തിൽപ്പെട്ടവരെ, ഒരു ചെറു ന്യൂനപക്ഷത്തെ, എല്ലാവരെയുമല്ല, ഒരു ചെറു ന്യൂനപക്ഷത്തെ ഈ പറയുന്ന ഹിന്ദുത്വ അജണ്ട, ഈ പറയുന്ന വർണ്ണാശ്രമ അജണ്ട, ഈ പറയുന്ന സനാതന ധർമ്മ അജണ്ട, സംഘപരിവാറിന്റെ അജണ്ടയിൽ, RSS അജണ്ടയിൽ കൊണ്ട് കൂട്ടിക്കെട്ടിയത് ആരാണ്? അത് ഈ തൊട്ടടുത്ത വേദിയിലിരിക്കുന്ന ആരാണ്? ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തിന്റെ മകനും, അല്ലേ? അതിൽ പെട്ടുപോയ കുറെ എന്താ പറയുന്ന പാവപ്പെട്ട വിശ്വാസികളുണ്ട്, SNDP യോഗത്തിൽ പ്രവർത്തിക്കുന്നവര്, അല്ലെ ഈഴവ സമുദായത്തിൽപ്പെട്ടവര്. അവരിതൊക്കെ തിരിച്ചറിയുന്നുണ്ട്. ചുട്ട മറുപടിയാണ് വെള്ളാപ്പള്ളിക്ക് കൊടുത്തത്, വെള്ളാപ്പള്ളി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്, വെള്ളാപ്പള്ളിയും മകനും. അതിന് മറുപടി ഇനി വെള്ളാപ്പള്ളി പറയുമായിരിക്കും, നമുക്കറിയില്ല, നോക്കാം. മുഖ്യമന്ത്രി പിണറായി വിജയനും ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയും പറഞ്ഞ വാക്കുകൾ, അത് ആ വേദിയിരുന്ന വെള്ളാപ്പള്ളി നടേശനുള്ള മുന്നറിയിപ്പായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളിക്കുമുള്ള മുന്നറിയിപ്പായിരുന്നു. അത് അവർ ഏറ്റെടുക്കുമോ ഇല്ലയോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം എന്ന് പറയുന്നു. പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ്, ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി, ഒരു സംശയവുമില്ലാതെ, ഒന്നിനെയും ഭയപ്പെടാതെ, വളരെ വ്യക്തമായിട്ട് തൻ്റെയും തൻ്റെ പാർട്ടിയുടെയും പ്രസ്ഥാനത്തിൻ്റെയും നിലപാട്, തൻ്റെ ഗവൺമെന്റിന്റെയും നിലപാട് ആ വേദിയിൽ പ്രഖ്യാപിച്ചിട്ടാണ് ഇറങ്ങിപ്പോയത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വാക്കുകളാണ് ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയുടെ പ്രസംഗത്തിൽ ഉണ്ടായത്. ആ ഒരു പൊതുവികാരം അവിടെ ഉണ്ടായി എന്നുള്ളതാണ്. ഇതിന് ഉത്തരം പറയേണ്ടത് SNDP യോഗത്തെ, അല്ലെങ്കിൽ ഈഴവ സമുദായത്തെ കൊണ്ട് സനാതനധർമ്മ പാളയത്തിൽ കെട്ടിയിടാൻ നോക്കുന്ന വെള്ളാപ്പള്ളി നടേശന്റെയും, അല്ലെ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവരുടെ, അദ്ദേഹത്തിന്റെ മകൻ ഉൾപ്പെടെ കൂടെ നിൽക്കുന്നവരുടെയും രാഷ്ട്രീയമാണ് ഇനി ഇതിൻ്റെ അകത്തെ പ്രധാന വിഷയം. കേരള രാഷ്ട്രീയത്തിൽ ഈ പുതുവർഷത്തിൽ പുതിയ ഒരു അജണ്ട സെറ്റ് ചെയ്തിട്ടാണ് പിണറായി വിജയൻ ശിവഗിരിയിലെ മണ്ണിൽ നിന്നും വണ്ടി കയറിപ്പോയത്, തിരുവനന്തപുരത്തേക്ക് പോയത്. ഇതിനുള്ള മറുപടി വരും നാളുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം.